നമസ്കാരം, ഞാൻ സോണി അഭിലാഷ്. ഭക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒത്തിരി ദുരന്തങ്ങളിലൂടെ കടന്നുപോയൊരു വർഷം. സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പൊൻകിരണങ്ങളുമായി ചിങ്ങം പിറന്നു. പൊന്നോണവും വരവായി. ലോകത്തെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും എന്റെയും കുടുംബാംഗങ്ങളുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും സുദിനങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോകാം. ഇന്ന് നമുക്ക് ഒരു കടലപ്പായസം തയ്യാറാക്കാം. അപ്പോൾ ഓണത്തിന്റെ പ്രധാന പായസങ്ങളിലൊന്നാണ് കടലപ്പായസം അല്ലേ. അപ്പോൾ നമുക്കത് എങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക്, ഷെയർ, കമന്റ് ഒന്നും ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു 400 ഗ്രാം ശർക്കര ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് 1/2 ലിറ്റർ വെള്ളം കേട്ടോ, കുറച്ചധികം വെള്ളം വെച്ച് നമുക്ക് ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ശർക്കര തിളച്ച് നന്നായിട്ട് എല്ലാം അലിഞ്ഞു വന്നതിന് ശേഷം ഒരു അരിപ്പയിലൂടെ അരിച്ച് അങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. നല്ല തിന്നായിട്ടുള്ള ശർക്കര പാനിയാണ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി ചവ്വരി ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് ചവ്വരി ഒരു അരിപ്പയിലൂടെ ഇട്ട് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം തിളയ്ക്കാൻ തുടങ്ങിയ വെള്ളം, തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ. ഇനി കടലപ്പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ 6 മണിക്കൂർ വരെ കുതിർത്തെടുത്തിട്ടുള്ള 1/4 കപ്പ് കടലപ്പരിപ്പാണ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ്, 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇത് വേവിച്ചെടുക്കുന്നത് തേങ്ങാപ്പാലിലാണ് കേട്ടോ. ഒരു തേങ്ങയുടെ പാൽ ഞാൻ എടുത്തു, അതിൻ്റെ 2ാം പാലാണ് ഇത്. ഈ ഒരു ഗ്ലാസ് 2ാം പാൽ ഒഴിച്ചിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. കുക്കറിലായതുകൊണ്ട് നമുക്ക് കുറച്ച് പാലൊഴിച്ചാൽ മതി. ഒത്തിരി ലൂസാക്കി അങ്ങ് വേവിച്ചെടുക്കുന്നതിനേക്കാളും നല്ല തിക്കായിട്ട് വേവിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇത് ഒരു 5 മുതൽ 7 വിസിൽ വരെ ചിലപ്പോൾ വേണ്ടി വരും. അതായത് ചില പാക്കറ്റിൽ വരുന്നത് പെട്ടെന്ന് വേകും, ചില പാക്കറ്റിൽ വരുന്നത് പെട്ടെന്ന് കുക്കായി കിട്ടാറില്ല. അതുകൊണ്ട് എന്തായാലും പരിപ്പ് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം. പ്രഷറെല്ലാം പ്ലേസ് ചെയ്തതിന് ശേഷം പരിപ്പൊന്ന് ഓപ്പൺ ആയിട്ട് നമുക്ക് നോക്കാം. നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കണ്ടോ, ഈ ഒരു പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതങ്ങ് ഉടച്ചെടുക്കാം. ഇത് നിങ്ങൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടാണ് അടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ ഒത്തിരി ക്രീമി ടെക്സ്ചറായി പോകാതെ കുറച്ചൊന്ന് മാറ്റി വെക്കണം കേട്ടോ. ഒന്ന് ചതച്ചതിന് ശേഷം മാറ്റി വെച്ചിട്ട് ബാക്കി നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇതുപോലെ ഉടച്ചെടുക്കുകയാണെങ്കിൽ ഓക്കെ, ഇത് മതിയാകും. ഇനി ഒരു പാനിലേക്ക്, ഒരു കടായിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. ഒരു 4 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു. ഇനി നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള ഈ പരിപ്പ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടങ്ങ് വരട്ടിയെടുക്കണം കേട്ടോ. കടലപ്പരിപ്പ് വെന്തതിൻ്റെ ആ ഒരു നമ്മളല്ലെങ്കിലും ഏലക്കായപ്പൊടിയും നെയ്യും ഒക്കെ ചേർത്തിട്ട് കുക്ക് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ അധികം ആ കടലപ്പരിപ്പിൻ്റെ സ്മെല്ലൊക്കെ ഇങ്ങ് മാറി നല്ലൊരു പായസത്തിൻ്റെ മണം തന്നെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും ഈ നെയ്യിലിട്ട് ഇതിനെ നന്നായിട്ടങ്ങ് വരട്ടിയെടുക്കുക കേട്ടോ. ഒന്ന് നന്നായിട്ടൊന്ന് വരട്ടി അതിൻ്റെ ഒരു കളർ ചെറിയൊരു ഗോൾഡൻ കളറാകാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു. ഇതും കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരയിലെ ആ ശർക്കര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ശർക്കര ചേർക്കുമ്പോൾ കുറച്ച് ശർക്കര ഒന്ന് ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ കട്ടയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചതിന് ശേഷം ബാക്കി ശർക്കര കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ശർക്കര കുറച്ച് ലൂസായിട്ട് തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാലാണ് പായസം എപ്പോഴും നല്ലത്. നന്നായിട്ട് ഈ ശർക്കരയിൽ കിടന്ന് നല്ലതുപോലെ തിളച്ച് കുറുകി നല്ല വരട്ടിയതുപോലെ ആയി വരണം കടലപ്പരിപ്പ്. അപ്പോഴേ പായസത്തിന് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ കേട്ടോ. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴായിരിക്കും നമ്മുടെ പായസം നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുക. നന്നായിട്ട് തിളച്ച് കുറുകി വരട്ടെ. നല്ലപോലെ ഒന്ന് കുറുകി തുടങ്ങിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചവ്വരി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ചവ്വരിയും കൂടെ ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മൂത്ത് വരണം ശർക്കരയൊക്കെ കിടന്ന്. നമ്മൾ ഇതിലേക്ക് ശർക്കര ഒഴിക്കുമ്പോൾ ഏകദേശം 1/2 പാത്രത്തോളം ഉണ്ടായിരുന്നില്ലേ. ഇത് നന്നായിട്ട് വറ്റി കുറുകി നല്ല വരണ്ട പാകമായി വരുമ്പോൾ നോക്കണം ഏകദേശം നമ്മുടെ പാത്രത്തിൻ്റെ അടിയിലെത്തി നിൽക്കും. അത്രത്തോളം വരട്ടിയെടുക്കണം കേട്ടോ. നന്നായിട്ട് തിളച്ച് കുറുകി ഇതുപോലെ നല്ല പാകത്തിനായി വന്നതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള
ഇൻഗ്രീഡിയൻസൊക്കെ ചേർക്കാൻ പാടുള്ളൂ. ഈ കണ്ടോ, ഇതുപോലെ നല്ലപോലെ ഒന്ന് കുറുകി വരട്ടി നല്ല വരട്ടിയെടുത്തതുപോലെ അതിൽ നല്ല ചക്ര മൂത്ത മണം വരുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ 1 ലിറ്റർ പശുവിൻ പാല് നന്നായിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് നല്ലപോലെ തിളപ്പിച്ച് വറ്റിച്ച് വെച്ചിട്ടുള്ള പാലാണ് കേട്ടോ. അന്നേരം 750 ml ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകിയതിന് ശേഷം തേങ്ങയുടെ 1-ാം പാല് ചേർക്കാം. തേങ്ങയുടെ 1-ാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി അങ്ങ് തിളച്ച് കുറുകാൻ നിൽക്കണ്ട. അതുകൊണ്ട് 1-ാം പശുവിൻ പാല് ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം വേണം തേങ്ങാപ്പാൽ ചേർക്കാൻ. തേങ്ങാപ്പാലും കൂടെ ചേർത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഇച്ചിരി പഞ്ചസാര കൂടെ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുമ്പോൾ, ശർക്കര പായസമാണെങ്കിലും പഞ്ചസാര ഇച്ചിരി ചേർക്കുമ്പോൾ ആ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഇച്ചിരി ഏലക്കായ. ഈ ഏലക്കായ പൊടി എല്ലാം ഞാൻ പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര അധികം ചേർത്തത്. ചുക്കുപൊടി വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ചുക്കുപൊടി ചേർക്കാം. ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. ചുക്കുപൊടി ചേർത്താൽ ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്തത് കാരണം ഞാൻ ചേർത്തിട്ടില്ല. ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം കേട്ടോ. ഇതും കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ലാസ്റ്റ് പാല്, പശുവിൻ പാൽ നല്ല തിളപ്പിച്ച് കുറുകി ഒട്ടും വെള്ളം ചേർക്കാതെ കാച്ചി കുറുക്കിയ പാലാണ് ലാസ്റ്റ് ചേർക്കുന്നത്. അപ്പോഴേ ഫ്ലെയിം ഓഫ് ആക്കുക. ഒരു നുള്ള ഉപ്പിടുക. നമ്മുടെ കടലപ്പായസം നല്ല സൂപ്പർ ടേസ്റ്റി കടലപ്പായസം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് തേങ്ങാക്കൊത്തും കാഷ്യൂ നട്ടും റൈസിൻസും കൂടെ ഉണക്കമുന്തിരിയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പശു നെയ്യ് ഒഴിച്ചു. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം നല്ല ഉണങ്ങിയ തേങ്ങാക്കൊത്ത് ഇട്ട്. തേങ്ങാക്കൊത്ത് ഒരു ചെറിയ ഗോൾഡൻ ഷെയ്ഡായി വരുമ്പോഴേക്ക് വേണം നമുക്കിതിലേക്ക് നട്ട്സ് ചേർക്കാൻ. നട്ട്സും ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ലാസ്റ്റിൽ വേണം റൈസിൻസ് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് നന്നായിട്ടിത് മുന്തിരിയെല്ലാം നല്ലപോലെ ഇങ്ങനെ വീർത്ത് വരണം. അപ്പോൾ നമുക്കത് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. പായസത്തിൽ നല്ല അടിപൊളിയായിട്ടുള്ള മണം വരുന്നുണ്ട്. ഇതും കൂടെ നമുക്ക് പായസത്തിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ചെറിയ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം, കടലപ്പായസം തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് ഇപ്പോൾ ഇച്ചിരി ലൂസായിട്ടുള്ളത് പോലെ തോന്നും. തണുത്ത് വരുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിരിക്കും കേട്ടോ. നല്ല അത്യാവശ്യം ഒത്തിരി തിക്കും അല്ല ഒത്തിരി ലൂസും അല്ലാത്തൊരു പാകത്തിലായിരിക്കും നമ്മുടെ പായസം ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.